Good morning, students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോൾട്ടഡ് കണക്ഷൻസിനെ കുറിച്ചാണ്. ആദ്യമായി എന്താണ് കണക്ഷൻസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ബോൾട്ടഡ് കണക്ഷൻസിനെ കുറിച്ചും അതെങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നും നമ്മൾ പഠിക്കും. ഓക്കെ, എന്താണ് കണക്ഷൻസ്? എന്തിനാണ് നമ്മൾ കണക്ഷൻസ് ഉപയോഗിക്കേണ്ടി വരുന്നത്? സ്റ്റീൽ സ്ട്രക്ചേഴ്സ് നമുക്കറിയാം, ഒരുപാട് കുഞ്ഞു കുഞ്ഞു മെമ്പേഴ്സ് യോജിപ്പിച്ചാണ് ഒരു വലിയൊരു സ്ട്രക്ചറാക്കി മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരു മെമ്പറിനെ മറ്റൊരു മെമ്പറുമായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രമേ അതൊരു സ്റ്റേബിൾ സ്ട്രക്ചറായിട്ട് നിൽക്കുകയുള്ളൂ. ഓക്കെ, ആ സ്ട്രക്ചർ സ്റ്റേബിളും സേഫുമായിട്ട് നിൽക്കണമെങ്കിൽ ഒരു മെമ്പറിനെ മറ്റൊരു മെമ്പറുമായിട്ട് സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ യോജിപ്പിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് മെറ്റീരിയൽസിനെയാണ് കണക്ഷൻസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളെയാണ് കണക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണക്ഷൻസ് എന്തൊക്കെ പർപ്പസ് ഉണ്ട് ഈ കണക്ഷൻസിന്, അത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, കണക്ഷൻസ് ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഫോഴ്സസ് ആൻഡ് ഓർ മൊമെന്റ്സ് ഫ്രം വൺ മെമ്പർ ടു അനദർ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെമ്പറിൽ നിന്നും മറ്റൊരു മെമ്പറിലേക്ക് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാനോ, ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഷിയർ ഫോഴ്സ് ആകാം, ആക്സിയൽ ഫോഴ്സ് ആകാം, അല്ലെങ്കിൽ മൊമെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യാം. മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ആകാം, ട്വിസ്റ്റിംഗ് മൊമെന്റ് ആകാം. സോ ഏത് തരത്തിലുള്ള ഫോഴ്സോ മൊമെന്റോ ഒരു മെമ്പറിൽ നിന്നും മറ്റൊരു മെമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു മെമ്പർ എന്ന് പറയുന്നത് ബീമിൽ നിന്നും കോളത്തിലേക്കോ, അല്ലെങ്കിൽ കോളത്തിൽ നിന്ന് കോളത്തിലേക്കോ, അല്ലെങ്കിൽ ബീമിൽ നിന്നും ബീമിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കണക്ഷൻസ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദി അതർ പർപ്പസ്? വേറൊരു പർപ്പസും ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്റ്റെൻഡ് ദ ലെങ്ത് ഓഫ് മെമ്പേഴ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സെക്ഷൻസിനെല്ലാം ഒരു സ്പെസിഫിക് ലെങ്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ അതിൽ കൂടുതൽ ലെങ്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ രണ്ട് മെമ്പേഴ്സിനെ ചേർത്ത് വെച്ച് യോജിപ്പിക്കാൻ നമ്മൾ കണക്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഫിഗറിൽ നോക്കുക, ഇവിടെ ഒരു ബീമിന്റെ ഒരു സെക്ഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെക്ഷനെ മറ്റൊരു സെക്ഷനിലേക്ക് യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു കണക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായോ? സോ ദിസ് ഈസ് the other purpose of connection. It helps to increase the length of members. Now, കണക്ഷൻസിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും ബോധേഡ് ആയിട്ടുള്ളത്? നമ്മൾ കണക്ഷൻസ് എന്ന് പറയുന്നത് ഒരു സെക്ഷനെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു ചെറിയൊരു സംഭവമാണ്, മറ്റൊന്നും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ അത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. കണക്ഷൻസ് എന്ന് പറയുന്നത് these are considered as the weakest points in steel structures. എന്തുകൊണ്ടാണ് അതിനെ വീക്കസ്റ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്? കാരണം കണക്ഷൻ ഫെയിലിയേഴ്സ് ആർ നോട്ട് ഡക്റ്റൈൽ. ഓക്കെ, കണക്ഷൻ ഫെയിലിയർ ഒരിക്കലും ഡക്റ്റൈൽ ആണ്, അത് എപ്പോഴും ബ്രിട്ടിൽ ഫെയിലിയർ ആണ്. ഓക്കെ, കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സഡൻ ആയിട്ടുണ്ടാകുന്ന ഫെയിലിയർ ആണ് കണക്ഷൻസിൽ ഉണ്ടാകുന്ന ഫെയിലിയർ. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും നടക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും എക്സസീവായിട്ട് കണക്ഷനെ എക്സസീവ്ലി സേഫ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതാണ്. കാരണം എന്താണ്? കണക്ഷൻ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഡക്റ്റൈൽ ഫെയിലിയർ, ഇറ്റ് ഈസ് എൻ അബ്രപ്റ്റ് ഫെയിലിയർ ഓർ എ കാറ്റാസ്ട്രോഫിക് ഫെയിലിയർ. ഒരു ഡിസാസ്ട്രസ് ഫെയിലിയർ ആണ്. നമുക്ക് ഒരു വാർണിംഗും കിട്ടാതെ സഡൻ ആയിട്ട് ഫെയിൽ ആകുന്നതാണ് കണക്ഷൻ ഫെയിലിയർ. ഓക്കെ, സോ കണക്ഷൻ ഫെയിലിയർ ഈസ് നോട്ട് ഡിസൈറബിൾ. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, കണക്ഷൻ ഫെയിലിയർ മറ്റ് മെമ്പർ ഫെയിലിയർ പോലെയല്ല, നമ്മുടെ ഈ സ്റ്റീൽ സെക്ഷൻ ഒന്നും ഫെയിൽ ആകുന്ന പോലെയല്ല കണക്ഷൻ ഫെയിലിയർ. ഇറ്റ് ഈസ് എ ബ്രിട്ടിൽ ഫെയിലിയർ. So we have to adopt a high factor of safety for joints than members. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എക്സസീവ് ആയിട്ട് വേണം ഈ കണക്ഷൻസിനെ ഡിസൈൻ ചെയ്യാൻ. സേഫ്റ്റി സാധാരണ മെമ്പേഴ്സിന് ഡിസൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ല, ഇതിന് കുറച്ചും കൂടെ എക്സസ് ആയിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്ത് ഒരു അഡീഷണലി സേഫ് ആയിട്ട് വേണം ഇതിനെ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, നൗ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണക്ഷൻസ് യൂസ്ഡ് ഇൻ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്? ഈ ഫിഗറിൽ കാണുന്നതൊക്കെയാണ് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ മെമ്പേഴ്സിനെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്ഷൻസ്. ഫസ്റ്റ് വൺ ഈസ് ബോൾട്ട്, സെക്കൻഡ് വൺ ഈസ് വെൽഡ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് റിവെറ്റ്. ബോൾട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ബോൾട്ട് എന്ന് പറയുമ്പോൾ അതിനൊരു ഹെഡ് റീജിയൻ ഉണ്ട്, പിന്നെ ഒരു ഇലോങ്ങേറ്റഡ് റീജിയൻ, ഒരു യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള ഒരു സ്ട്രെച്ച് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഷാങ്ക്. ഓക്കെ, ഈ ഷാങ്ക് കഴിഞ്ഞ പോർഷൻ ഈസ് നോൺ ആസ് ത്രെഡഡ് റീജിയൻ. ഇതിന് ശേഷമാണ് ത്രെഡ് ചെയ്തിരിക്കുന്ന റീജിയൻ. ഈ ത്രെഡഡ് റീജിയൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ബോൾട്ടിനെ ഫാസ്റ്റൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ബോൾട്ടിനെ ഒരു മെമ്പറിൽ സ്ഥിരമായി ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നട്ട്.
ഈ നട്ടിനെ ഈ ത്രെഡഡ് റീജിയനിലൂടെ മാത്രമേ നമുക്ക് ബോൾട്ടിനെ fasten ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ വി ഹാവ് എ bolted connection using bolts of this shape. ഈ ഷേപ്പ് കാണുമ്പോൾ മനസ്സിലായി ഇത് bolted connection ആണ്. പക്ഷെ ഇതുപോലെ ഇരിക്കുന്ന മറ്റൊരു സാധനമാണ്, മറ്റൊരു കണക്ഷൻ ആണ് റിവറ്റ്. റിവറ്റ് ഈസ് നോട്ട് യൂസ്ഡ് സോ മച്ച് ദീസ് ഡേയ്സ്. റിവറ്റ് ഒരുപാട് ഉപയോഗിക്കുന്നതല്ല, നമ്മളിപ്പോൾ bolted കണക്ഷനിലേക്ക് മാറിക്കഴിഞ്ഞു. എങ്കിലും റിവറ്റ് ഈ ഇന്നത്തെ കാലത്ത് പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്, എസ്പെഷ്യലി ബൈ ഫാബ്രിക്കേഷൻ വർക്കേഴ്സ്. അവിടെ ശ്രദ്ധിക്കുക, ബോൾട്ടഡ് കണക്ഷൻ ഉള്ള പോലെ തന്നെ, ബോൾട്ടിനുള്ള പോലെ തന്നെ ഒരു ഹെഡ് ഇതിനുമുണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് എ ഹെഡ് ആൻഡ് ദ ഹെഡ് ഈസ് നോൺ ആസ് ഷോപ്പ് ഹെഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഷോപ്പ് ഹെഡ്. കാരണം റിവറ്റ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നത് ഈ ഷേപ്പിലാണ് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ അതിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടി ബോൾട്ടിന് ഇപ്പോൾ ഒരു നട്ട് ഉപയോഗിച്ചിട്ടാണ് അതിനെ ഫാസ്റ്റൻ ചെയ്യുന്നത്. ഓക്കെ, അതിനെ ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ റിവറ്റിനെ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? റിവറ്റിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഈ ഷോപ്പ് ഹെഡ് പോലെ തന്നെ ഒരു ഫീൽഡ് ഹെഡും കൂടെ നമ്മളിവിടെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഈ ഫീൽഡ് ഹെഡ് പേര് പോലെ തന്നെ ഫീൽഡിലാണ് അല്ലെങ്കിൽ സൈറ്റിലാണ് നമ്മൾ ഈ ഹെഡ് ഫോം ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, സോ രണ്ട് മെമ്പേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹോൾ ഇടുന്നു, അതിലൂടെ റിവറ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. ഷോപ്പ് ഹെഡ് അതിന് ഓൾറെഡി ഉണ്ട്. ഫീൽഡ് ഹെഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ഹാമറിങ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ പ്രദേശം കൂടെ, ഈ പാർട്ടും കൂടെ ഒരു ഹെഡിന്റെ രൂപത്തിലായി മാറും. ഓക്കെ, സോ ഈ റിവറ്റ് അങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ ബൈ ഡിഫോൾട്ട് ഇറ്റ് ഹാസ് എ ഷോപ്പ് ഹെഡ് ആൻഡ് വി ഹാവ് ടു hammer it to obtain the field head also to fix it in position. Okay, so that is bolt and rivet. Then we have weld. Weld എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള അഡീഷണൽ മെറ്റീരിയൽ ഒന്നും ആവശ്യമില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ബോൾട്ടും റിവറ്റും കണക്ട് ചെയ്യണമെങ്കിൽ ആ മെറ്റൽ പീസിൽ അല്ലെങ്കിൽ മെറ്റൽ പാർട്സിൽ ഹോള് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഈ ബോൾട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റിവറ്റും അതുപോലെ തന്നെ ഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ വെൽഡ് അങ്ങനെയല്ല, ഇവിടെ ബോൾട്ട് ഹോൾസ് ഒന്നും ആവശ്യമില്ല. യു ക്യാൻ കണക്ട് വൺ മെമ്പർ ടു അനദർ മെമ്പർ ബൈ മെൽറ്റിംഗ് ഓഫ് ദ മെറ്റലിനെ മെൽറ്റ് ചെയ്ത് ഫ്യൂസ് ചെയ്യുകയാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ വെൽഡിംഗ് ടേക്സ് പ്ലേസ് ബൈ മെൽറ്റിംഗ് ഓഫ് ദ പാർട്സ്. നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത് ബോൾട്ടഡ് കണക്ഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഓക്കെ, ഇന്നത്തെ ഡിസ്കഷൻ ബോൾട്ടഡ് കണക്ഷൻസിനെ കുറിച്ചാണ്. സോ വി വിൽ സ്റ്റഡി അബൌട്ട് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൾട്ട്സ്. സോ പ്രധാനമായും 4 തരത്തിലുള്ള ബോൾട്ടഡ് കണക്ഷൻസ് ആണ്, ബോൾട്ട്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ബ്ലാക്ക് ബോൾട്ട് or otherwise known as unfinished bolt, or you can also call it by the name C-graded bolt. Second type is turned bolts or close tolerance bolts. മൂന്നാമത്തത് ribbed bolts and fourth one is high strength bolt. ഇത് ഓരോന്നും എന്താണെന്നും ഇത് കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബ്ലാക്ക് ബോൾട്ട് or unfinished bolt. പേര് പോലെ തന്നെ these are ordinary unfinished least expensive bolts. വളരെ ലോ കോസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബോൾട്ടാണ്. ഇതിന് വളരെ ഹൈ സ്ട്രെങ്ത് ഒന്നുമല്ല. മറ്റ് ബോൾട്ടുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഹൈ സ്ട്രെങ്ത് ബോൾട്ടുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സ്ട്രെങ്ത് കുറവാണ്. ഇത് അൺഫിനിഷ്ഡ് ബോൾട്ടുകൾ എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ പർപ്പസ് എന്താണ്? വി മേക്ക് യൂസ് ഓഫ് ബ്ലാക്ക് ബോൾട്ട്സ് ഇൻ സ്ട്രക്ചേഴ്സ് സബ്ജക്റ്റഡ് ടു സ്റ്റാറ്റിക് ലോഡ്സ്. സ്റ്റാറ്റിക് ലോഡ്സ് അതായത് ലൈവ് ലോഡ്, ഡെഡ് ലോഡ് മുതലായവ വരുന്ന കേസുകളിൽ മാത്രമാണ് നമ്മൾ ബ്ലാക്ക് ബോൾട്ട് ആ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഇഫ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഇമ്പാക്ട് ലോഡ്സ്, ഫറ്റീഗ് ഓർ ഡൈനാമിക് ലോഡ്സ് എന്ന് പറഞ്ഞാൽ വിൻഡ് ലോഡ്, എർത്ത് ലോഡ് മുതലായ ലോഡുകൾ വരുന്ന കേസുകളിൽ ഒരിക്കലും ബ്ലാക്ക് ബോൾട്ടുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിയർ സ്ലിപ്പ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ കണക്റ്റഡ് പ്ലേറ്റ്സ് വെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഫിഗർ കാണാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ 2 പ്ലേറ്റ്സ് നമ്മൾ യോജിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഒരു പ്ലേറ്റിന്റെ മുകളിൽ മറ്റൊരു പ്ലേറ്റ് ലാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വി പുട്ട് എ ഹോൾ ത്രൂ ബോത്ത് ദ പ്ലേറ്റ്സ് ആൻഡ് യു ഹാവ് ഇൻസേർട്ടഡ് ദ ബോൾട്ട്. എന്നിട്ട് നമ്മൾ നട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മൾ 2 പ്ലേറ്റ്സിലും ഒരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, വി ആർ സബ്ജക്റ്റിംഗ് ദ പ്ലേറ്റ്സ് ടു ടെൻഷൻ സംഭവിച്ചപ്പോൾ എന്ത് പറ്റി? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ബോൾട്ട് വളരെ ഫ്രീ ആയിട്ട് കടന്നു പോകാൻ വേണ്ടി
ഈ പ്ലേറ്റിൽ ഇടുന്ന ഹോള് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ ഹോളാണ്. എന്നുവെച്ചാൽ ബോൾട്ടിന്റെ ഡയമീറ്ററിനേക്കാളും കുറച്ചും കൂടെ വലിയ ഡയമീറ്ററിലുള്ള ഹോളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്ലാക്ക് ബോൾട്ടുകളുടെ കേസാണ് പറയുന്നത്. ഓക്കെ, നൗ യു ആർ ഇൻസർട്ടിങ് ദ ബോൾട്ട് ആൻഡ് ഫൈനലി യു അപ്ലൈഡ് ടെൻഷൻ. വാട്ട് ഹാപ്പൻസ്? ഈ ഗ്യാപ്പ് ഇതിനിടയ്ക്ക് കിടക്കുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി ദ പ്ലേറ്റ്സ് വിൽ സ്ലിപ്പ്. ഇവിടെ ഈ സർഫസിൽ ഒരു സ്ലിപ്പ് സംഭവിക്കും. അപ്പോൾ ഈ പ്ലേറ്റ് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഈ പ്ലേറ്റ് കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഏതുവരെ മൂവ് ചെയ്യും? അത് ഈ ബോൾട്ടിന്റെ പ്രതലത്തിൽ ടച്ച് ചെയ്യുന്നത് വരെ മൂവ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഷോൺ ഹിയർ. മനസ്സിലായോ? അപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ സിൻസ് ദ ഡയമീറ്റർ ഓഫ് ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ഡയമീറ്റർ ഓഫ് ബോൾട്ട്, ദ പ്ലേറ്റ്സ് വിൽ സ്ലിപ്പ് ഇൻ ദിസ് കണക്ഷൻ. അപ്പോൾ ഈ കണക്ഷൻ വിളിക്കുന്ന മറ്റൊരു പേര് സ്ലിപ്പ് കണക്ഷൻ എന്നും വിളിക്കാം. ഓക്കെ, സോ ദ കണക്ഷൻ യൂസിങ് ബ്ലാക്ക് ബോൾട്ട് ഈസ് എ സ്ലിപ്പ് കണക്ഷൻ. സ്ലിപ്പ് സംഭവിക്കുന്ന കണക്ഷൻ ആണ്. ഓക്കെ, സ്ലിപ്പ് സംഭവിക്കുന്ന കണക്ഷൻ മാത്രമല്ല, ഇതിപ്പോൾ സ്ലിപ്പ് ചെയ്തിട്ട് ഈ പ്ലേറ്റിന്റെ ഒരു അറ്റം, ഈ ഹോളിന്റെ ഒരു അറ്റം വന്ന് ഈ പ്ലേറ്റിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ദാ ഇവിടെ കാണുന്ന പോലെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, സോ ദർ ഈസ് എ ചാൻസ് ദാറ്റ് ബെയറിംഗ് ഓഫ് ബോൾട്ട് ഒക്കേഴ്സ്. ബെയറിംഗ് സംഭവിക്കാൻ, ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റിന്റെ ഹോളിലെ ഒരറ്റം ഈ ബോൾട്ടിൽ വന്ന് ടച്ച് ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ബെയറിംഗ്. ഇഫ് ദ പ്ലേറ്റ് ഈസ് എക്സർട്ടിങ് സം ഫോഴ്സ് ഓൺ ദ ബോൾട്ട് ത്രൂ ദ സൈഡ് ഓഫ് ഇറ്റ്സ് ഹോൾ, ഹോളിന്റെ ഒരു സൈഡിലൂടെ ഇറ്റ് ഈസ് ഓഫറിങ് സം സ്ട്രെസ് ഓർ ഫോഴ്സ്, ദെൻ വി കോൾ ഇറ്റ് ബെയറിംഗ്. അപ്പോൾ ഇതിന് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ ബെയറിംഗ് സ്ട്രെസ് എന്നൊക്കെ വിളിക്കും. സോ ഇങ്ങനെ ഒരു കണക്ഷനെ നമ്മൾ സ്ലിപ്പ് കണക്ഷൻ എന്ന് പറഞ്ഞു. അതുപോലെ ബെയറിംഗ് ടൈപ്പ് കണക്ഷൻ എന്നും പറയാം. ബിക്കോസ് ദ സൈഡ് ഓഫ് ദ ബോൾട്ട് ഹോൾ ബെയേഴ്സ് അഗൈൻസ്റ്റ് ദ ബോൾട്ട്. ഓക്കെ, സോ ഇതാണ് ഈ ബ്ലാക്ക് ബോൾട്ടിന്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? ബ്ലാക്ക് ബോൾട്ടുകളിൽ സംഭവിക്കുന്ന പ്രത്യേകതയാണ് സിൻസ് ദ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ പ്രൊവൈഡഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡയമീറ്റർ ഓഫ് ബോൾട്ട്, there is a chance that slip can occur in this connection and the bolt may bear against the side of the bolt hole of the plate. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കിയിരിക്കും. ഇങ്ങനെയാണ് ബ്ലാക്ക് ബോൾട്ട് എന്ന് പറയുന്നത്. ബെയറിംഗ് ടൈപ്പ് കണക്ഷൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി ഈ ബോൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ റോഡ്സ് വിത്ത് സ്ക്വയർ ഓർ ഹെക്സഗണൽ ഹെഡ്സ് ആൻഡ് നട്ട്സ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിനൊരു ഹെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫിഗറിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പാർട്സ്. ഓക്കെ, ഇവിടെ നോക്കുക, ഇതിന്റെ ഈ എൻലാർജ്ഡ് പോർഷനെ ഹെഡ് എന്നും ഈ ത്രെഡ് ഇല്ലാത്ത പോർഷനെ ഷാങ്ക് എന്നും അതിനുശേഷം ത്രെഡഡ് പോർഷൻ. ഓക്കെ, ഇനി ബോൾട്ടിന്റെ ഡയമീറ്റർ എപ്പോഴും ഷാങ്കിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് diameter of bolt എന്ന് പറയുന്നത് it is approximately 1.65 times the diameter of shank. ഓക്കെ, ഇനി ഈ ബോൾട്ടിന്റെ ഹെഡിന് സാധാരണ സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഹെക്സഗണൽ ഷേപ്പിലോ ആണ് നമ്മൾ അവൈലബിൾ ആയത്. ഇതൊരു ഹെക്സഗണൽ ഷേപ്പാണ്. ഓക്കെ, അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹെക്സഗണൽ ഷേപ്പ് ആയിരിക്കും. നൗ ഇനി നമുക്ക് ഇതിന്റെ ഡയമീറ്റർ നമ്മൾ പറഞ്ഞു, ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് ഷാങ്ക് ഇൻ മില്ലിമീറ്റേഴ്സ് ആണ് നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത്. മില്ലിമീറ്റേഴ്സിലാവണം ഇത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇനി സാധാരണഗതിയിൽ ബ്ലാക്ക് ബോൾട്ടിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 5 മില്ലിമീറ്റർ ടു 36 മില്ലിമീറ്റർ ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 5 മില്ലിമീറ്റർ ടു 36 മില്ലിമീറ്റർ വരെ ഷാങ്ക് ഡയമീറ്റർ ഉള്ള ബോൾട്ടുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ വി ഡെസിഗ്നേറ്റ് ഇറ്റ്, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 5 മില്ലിമീറ്റർ ആയതുകൊണ്ട് M5 എന്നും M36 എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഡയമീറ്റർ ഓഫ് ബോൾട്ട് അറ്റ് ദ ഷാങ്ക് റീജിയൻ ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ലൈക്ക് ദിസ്, M5 അല്ലെങ്കിൽ M36, വേർ M റെപ്രസെന്റ് മെട്രിക് ഡയമെൻഷൻ ആയതുകൊണ്ടാണ് M എന്ന് പറയുന്നത്. ഓക്കെ, മെട്രിക് ഡയമെൻഷൻ ആയതുകൊണ്ടാണ് M എന്ന് പറയുന്നത്. 5 എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ബോൾട്ട് അറ്റ് ദ ഷാങ്ക് റീജിയൻ ഇൻ മില്ലിമീറ്റേഴ്സ്. ഓക്കെ, 5 തൊട്ട് 36 മില്ലിമീറ്റർ വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇത് വളരെ നമ്മൾ ഇത്രയും സ്ട്രെസ് ചെയ്ത് ഈ ടൈപ്പ് ഓഫ് ബോൾട്ടിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ബോൾട്ടിന്റെ അനാലിസിസ് ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. മറ്റ് ടൈപ്സ് ഓഫ് ബോൾട്ട്സിനെ നമ്മൾ ഇത്രയും ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നൗ ദർ ഇസ് വൺ മോർ തിങ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്, ദാറ്റ് ഈസ് cross-sectional area at the threads is equal to 0.78 times cross-sectional area at shank. നമ്മൾ പറഞ്ഞു ഡയമീറ്റർ ഓഫ് ബോൾട്ട് എപ്പോഴും ഷാങ്ക് റീജിയനിലാണ് മെഷർ ചെയ്യുന്നത്. ത്രെഡ് റീജിയൻ എന്ന് പറയുന്നത് കുറച്ച് മെറ്റീരിയൽ കട്ട് ചെയ്ത് കളയുമ്പോഴാണ് ഈ ത്രെഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ത്രെഡ് മേക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഷാങ്ക് എന്ന് വെച്ചാൽ ഇത്ര ഒരു കംപ്ലീറ്റ് യൂണിഫോംലി ഷേപ്ഡ് റോഡാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത് ഇവിടെ. അതിൽ ഒരു പോർഷനിൽ നമുക്ക് മെറ്റീരിയൽ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അത് ത്രെഡ് ആയിട്ട് മാറുന്നതാണ്.
Okay, and the remaining part is shank. Okay, so actually you remove some material and അവിടെ എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ മെഷർ ചെയ്യുന്ന ത്രെഡ് റീജിയനിൽ മെഷർ ചെയ്യുന്ന ഡയമീറ്റർ ഷാങ്കിലേക്കാളും കുറവായിരിക്കും. എത്ര കുറവാണ്? അപ്പോൾ അതിനുള്ള ഇക്വേഷൻ ആണ് ഇത്. ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഡയമീറ്ററിന്റെ ഡയമീറ്റർ ആയിട്ടല്ല പറയുന്നത്, ക്രോസ് സെക്ഷണൽ ഏരിയ ആയിട്ട് തന്നെയാണ് പറയുന്നത്. സോ ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് ദ ത്രെഡ് റീജിയൻ ഈസ് ഓൺലി 78% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് ദ ഷാങ്ക് റീജിയൻ. 78% ഓഫ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് ദ ഷാങ്ക്. ഷാങ്കിലെ ഏരിയ എത്രയാണോ അതിന്റെ 78% മാത്രമേ ത്രെഡിലുള്ളൂ. ഓക്കെ, ഓർ 0.78 ടൈംസ് ദ ഏരിയ അറ്റ് ദ ഷാങ്ക് റീജിയൻ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ബ്ലാക്ക് ബോൾട്ടുകൾ പല പ്രോപ്പർട്ടി ക്ലാസ്സുകളിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞു അതിന് പല ഡയമീറ്ററിൽ അവൈലബിൾ ആണ്. അതുപോലെ പല പ്രോപ്പർട്ടി ക്ലാസ്സുകളിലും ഇത് അവൈലബിൾ. പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗ്രേഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാവുന്നതാണ്. എന്താണ് ഗ്രേഡ്? ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് മാർക്കറ്റിൽ വളരെ സർവ്വസുലഭമായി കിട്ടുന്ന ഒരു ഗ്രേഡാണ് 4.6 ഗ്രേഡ് ബോൾട്ട്. 4.6 ഗ്രേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 എന്ന് പറഞ്ഞാൽ it represents 1/100th of the ultimate strength of bolt. ആ ബോൾട്ടിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, ബോൾട്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി മൈൽഡ് സ്റ്റീൽ റോഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ മൈൽഡ് സ്റ്റീൽ ഈ മെറ്റീരിയലിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ. ഈ മെറ്റീരിയലിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്തിന്റെ 1/100 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 4. ഓക്കെ, സോ ദാറ്റ് ഈസ് 4. ഈ 4.6ലെ 4 എന്ന് പറയുന്നത് അങ്ങനെ കിട്ടുന്നതാണ്. സോ അതിനർത്ഥം ഇഫ് ഇറ്റ് ഈസ് 4, then the ultimate strength of bolt എത്രയാണ്? 400 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, 400 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഉള്ളത് കൊണ്ടാണ് 400/100 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് പറഞ്ഞ് കിട്ടിയത്. ഇപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് 500 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഉള്ള മെറ്റീരിയൽ വെച്ചാണ് ഈ ബോൾട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ക്ലാസ് 5 തൊട്ടുണ്ടായേനെ. ഓക്കെ, 5 എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്തേനെ. ഓക്കെ, സോ 4 represents 1/100 of ultimate strength of bolt. Now what is 0.6? 4 പറഞ്ഞു. എന്താണ് 0.6? 0.6 is the ratio of yield strength to ultimate strength. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് yield strength, ഈ മെറ്റീരിയലിന്റെ yield strength 240 എന്ന് എടുക്കുക. ഓക്കെ, ആൻഡ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് നമുക്കറിയാം 400 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് 240 ഡിവൈഡഡ് ബൈ 400? It gives 0.6. So 0.6 represents the ratio of yield strength to ultimate strength. അപ്പോൾ yield strength of മെറ്റീരിയലും ultimate strength of മെറ്റീരിയലും അറിയാമെങ്കിൽ നമ്മൾ ആ റേഷ്യോ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 0.6. ഓക്കെ, സോ നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ, ഇപ്പൊ നമുക്ക് പ്രോപ്പർട്ടി ക്ലാസ് ഓഫ് ബോൾട്ട് നമുക്കറിയാം, മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ട് അറിയാം. അതിൽ ഒരെണ്ണം നമുക്ക് yield strength അറിയില്ല, പക്ഷെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എന്താണ്? ഇപ്പൊ 4 വെച്ച് തുടങ്ങുന്നതാണെങ്കിൽ 400 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആയിരിക്കും അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. 5 വെച്ച് തുടങ്ങുകയാണെങ്കിൽ 500 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആയിരിക്കും അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ yield strength കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. yield strength divided by ultimate strength is equal to 0.6. 0.6 അല്ല, ഇപ്പൊ 0.8 ആണ്. ഇപ്പൊ 5.8 ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമ്മുടെ ഗ്രേഡ് ഓഫ് ബോൾട്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അൾട്ടിമേറ്റ് സ്ട്രെങ്ത് 500 ആണ്, റേഷ്യോ എന്ന് പറയുന്നത് 0.8 ആണ്. അപ്പോൾ 0.8 ഈസ് ഈക്വൽ ടു yield strength by 500. അപ്പോൾ yield strength is equal to 500 into 0.8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 into 0.8 എന്ന് പറയുമ്പോൾ 400 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ, 400 ആയിരിക്കും yield strength. So that is how you can determine the yield strength and ultimate strength of bolt from the property class. So പരീക്ഷയ്ക്ക് മാത്രമല്ല നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ അതിൽ സ്ഥിരം ചോദിക്കുന്നതാണ് the given bolt is of grade 4.6 ഗ്രേഡ് അല്ലെങ്കിൽ 4.8 ഗ്രേഡ് അല്ലെങ്കിൽ 5.5 ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞ് തരാറുണ്ട്. സോ അതിൽ നിന്ന് ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ ഇത്രയും ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ബ്ലാക്ക് ബോൾട്ട്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ബോൾട്ട്സ്, ടേൺഡ് ബോൾട്ട്. ടേൺഡ് ബോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബ്ലാക്ക് ബോൾട്ടുകളുടെ പ്രത്യേകത
അത് ബോൾട്ട് ഡയമീറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വലുതായിരിക്കും ബോൾട്ട് ഹോൾ ഡയമീറ്റർ. ഓക്കെ, പക്ഷേ ടേൺഡ് ബോൾട്ട് അല്ലെങ്കിൽ ക്ലോസ് ടോളറൻസ് ബോൾട്ട് എന്ന് പറയുമ്പോൾ the bolt is made in such a way that it just fits into the hole of the പ്ലേറ്റിലെ ഹോളിലൂടെ ജസ്റ്റ് ഫിറ്റ് ചെയ്യുന്ന, പെർഫെക്റ്റ്ലി ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ആണ് അത് കടന്നു പോകുന്നത്. സോ ബോൾട്ട് ഹോള് എന്ന് പറയുന്നത് ബോൾട്ട് ഡയമീറ്ററിന് തുല്യമായിരിക്കും ക്ലോസ് ടോളറൻസ് ബോൾട്ട്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആയിരിക്കും, അതിനപ്പുറം പോവില്ല. ഇത്രയും വലിയ ഡിഫറൻസ് അതിന് ഉണ്ടാവില്ല. ഓക്കെ, സോ ദിസ് റെപ്രസെന്റ്സ് ദ ക്ലോസ് ടോളറൻസ് ബോൾട്ട് ഓർ ടേൺഡ് ബോൾട്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത അതാണ്, ദീസ് bolts perfectly fit into the hole and hence they permit no slippage between the connected parts and they are mainly used under dynamic loads. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് ബോൾട്ട് സ്റ്റാറ്റിക് ലോഡുകളുടെ കേസിലാണ്, പക്ഷേ ടേൺഡ് ബോൾട്ട്സ് ഡൈനാമിക് ലോഡ്സിലും ഉപയോഗിക്കാം. ഇനി അടുത്ത റിബ്ഡ് ബോൾട്ട്. റിബ്ഡ് ബോൾട്ട് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകാനാണ് ഈ ഫിഗർ നോക്കുക. ഇതിന്റെ ഷാങ്ക് റീജിയനിൽ കുറച്ച് പ്രൊജക്ഷൻസ് കാണുന്നുണ്ട്. ഓക്കെ, ദീസ് പ്രൊജക്ഷൻസ് വി കോൾ ഇറ്റ് റിബ്സ്. ഓക്കെ, ഈ പ്രൊജക്ഷൻസ് എന്തിനാണ്? പ്രൊജക്ഷൻസ് എന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോസ് ടോളറൻസ് ബോൾട്ട് പോലെ ഇതിനെ, ഈ പ്രൊജക്ഷൻസ് ഉള്ള ഷാങ്കിനെയാണ് നമ്മൾ ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് പ്രൊജക്ഷൻസ് ഓർ ദ റിബ്സ് വിൽ കട്ട് അക്രോസ് ദ ഹോൾ. ഈ ബോൾട്ട് ഹോളിന്റെ സൈഡിലൂടെ അത് കട്ട് ചെയ്ത് ആ മെറ്റീരിയലിനെ പിയേഴ്സ് ചെയ്തുകൊണ്ടാണ് താഴോട്ട് ഇറങ്ങുന്നത്. Okay, piers ചെയ്ത് ഇറങ്ങും. So as a result it gives a tight fit. Okay, so while driving into the hole the ribs cut the edges of the bolt hole and produce a very tight fit. Tight fit slippage avoid ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ റിബ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ റിബ്സ് ഉള്ള ബോൾട്ടിനെ റിബ്ഡ് ബോൾട്ട് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, now coming to the high strength bolt. high strength bolt എന്ന് പറഞ്ഞാൽ നമുക്ക് മൈൽഡ് സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ബോൾട്ട് ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ ഹൈ സ്ട്രെങ്ത് ബോൾട്ട് എന്ന് പറയുമ്പോൾ മീഡിയം കാർബൺ സ്റ്റീലാണ്, കുറച്ചും കൂടെ ഹാർഡാണ്. ഇറ്റ് ഈസ് ലെസ് ഡക്റ്റൈൽ ദാൻ ബ്ലാക്ക് ബോൾട്ട്. ഓക്കെ, ഇതിൻ്റെ ഡക്റ്റിലിറ്റി കുറച്ചും കൂടെ കുറവാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലെസ് ഡക്റ്റൈൽ ദാൻ ബ്ലാക്ക് ബോൾട്ട്. ഇതിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്, ബ്ലാക്ക് ബോൾട്ടുകളെക്കാളും സ്ട്രെങ്ത് വളരെ കൂടുതലാണ് ഹൈ സ്ട്രെങ്ത് ബോൾട്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇവിടുത്തെ പ്രോപ്പർട്ടി ക്ലാസ് എന്ന് പറയുന്നത് 8.8 അല്ലെങ്കിൽ 10.9 എന്നൊക്കെ പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ 8 തൊട്ട് തുടങ്ങിയത് കൊണ്ട് നമുക്കറിയാം അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 800 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 1000 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിന്റെ സ്ട്രെങ്ത് വളരെ ഹൈ ആണ്. പക്ഷെ ബ്ലാക്ക് ബോൾട്ട് എല്ലാം 4.6 ഗ്രേഡ്, 4.8 ഗ്രേഡ്, 5.5 ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഇവിടെ ഹൈ സ്ട്രെങ്ത് വരുന്നത് അപ്പോൾ 8 തൊട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, 8.8 ഗ്രേഡ് എസ്. ഇവിടെ എന്താണ് എസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെപ്രസെന്റ് സ്ട്രക്ചറൽ ബോൾട്ട്സ്. ഈ ഹൈ സ്ട്രെങ്ത് ബോൾട്ടിനെ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ ബോൾട്ട്. ഓക്കെ, സോ അത് റെപ്രസെന്റ് ചെയ്യാനാണ് എസ് എന്ന് പറഞ്ഞ ഒരു ലെറ്ററും കൂടെ നമ്മൾ സഫിക്സ് ചെയ്യും. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു പോയിന്റും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ബോൾട്ട് കൂടാതെ നമുക്കൊരു വാഷറും കൂടെ പ്രൊവൈഡ് ചെയ്തതായിട്ട് കാണാം. ഓക്കെ, വാഷേഴ്സ് ആർ ഓൾസോ പ്രൊവൈഡ്. എന്തിനാണ് വാഷർ പ്രൊവൈഡ് ചെയ്യുന്നത്? ബിക്കോസ് slip between the connected plates is prevented by applying initial pre-tension to the bolts using torque wrenches to induce friction. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നേരത്തെ ബ്ലാക്ക് ബോൾട്ടുകളിൽ സ്ലിപ്പ് സംഭവിക്കുന്നുണ്ട്. ഇവിടെ സ്ലിപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സ്ലിപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ നട്ടുകളെ കുറച്ച് അഡീഷണലി ടൈറ്റൻ ചെയ്യും. എത്രയാണോ ടൈറ്റൻ ചെയ്യാൻ ആവശ്യമുള്ളത്, ജസ്റ്റ് ഫിറ്റ് ചെയ്യാൻ എത്രയാണ് ആവശ്യമുള്ളത്, അത് കൂടാതെ അഡീഷണൽ ടൈറ്റനിങ് ഓർ ഇനിഷ്യൽ പ്രീ ടെൻഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അഡീഷണൽ ടൈറ്റനിങ് ഓർ ഇനിഷ്യൽ പ്രീ ടെൻഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ വളരെ ടൈറ്റ് ഫിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് ഫ്രിക്ഷൻ, ആ പ്ലേറ്റ് തമ്മിൽ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. കാരണം നമ്മൾ ഇത് പരമാവധി ടൈറ്റ് ചെയ്യേണ്ടതിനേക്കാളും കൂടുതൽ അഡീഷണലും കൂടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് there occurs friction between the plates which prevent the slippage of connections. ഓക്കെ, സോ അതുകൊണ്ട് ഈ അഡീഷണൽ ടൈറ്റനിങ്ങും ആസ് എ റിസൾട്ട് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് these bolts are also called as high strength friction grip bolts and these are non-slip connections or friction type connections. ഇതിനെ വിളിക്കുന്ന പേരാണ് non-slip connections or friction type connections.
ബോൾട്ടിനെ വിളിക്കുന്ന പേര് ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ട്സ് ഓർ HSFG ബോൾട്ട് എന്നാണ്. ഓക്കെ, ഇതിന്റെ സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം, ഇവിടെ നോക്കുക, ഇത് HSFG ബോൾട്ട് ആണ്, ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ട് ആണ്. നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്ക് ബോൾട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് എന്താണ് അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? വാഷേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ നട്ടിനെ നമ്മൾ അഡീഷണലി എക്സ്ട്രാ ടൈറ്റനിങ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈറ്റനിങ് ചെയ്യുമ്പോൾ ഈ നട്ടും ഈ ബോൾട്ടിന്റെ ഹെഡും ഈ പ്ലേറ്റ്സിലേക്ക് ബെയർ ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ പ്രഷറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ അഡീഷണൽ വാഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അഡീഷണൽ വാഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും ബാക്കി എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് ബ്ലാക്ക് ബോൾട്ട് പോലെ തന്നെയാണ്. ഇവിടെയും ബോൾട്ട് ഹോൾ ഡയമീറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ ദ ബോൾട്ട് ഷാങ്ക് ഡയമീറ്റർ. അപ്പോൾ സഫീഷ്യൻറ്റ് സ്പേസ് ഉണ്ട്. പക്ഷേ ഇവിടെ എക്സ്ട്രാ ടൈറ്റനിങ്ങും ഇവിടെ ഫ്രിക്ഷനും സംഭവിക്കുന്നത് കൊണ്ട് ഇവിടെ സ്ലിപ്പേജ് ഒരിക്കലും നടക്കില്ല. Okay, so this is the advantage of high strength friction grip bolt. So ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എർത്ത്ക്വേക്ക് ലോഡ് വരുന്നതും വിൻഡ് ലോഡ് വരുന്ന സ്ട്രക്ചേഴ്സിലെല്ലാം ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, now the advantages of HSFG bolts are listed here. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. നമുക്ക് കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ മനസ്സിലാക്കിയിരിക്കുക. There occurs no slip between the connected elements. അത് നമുക്കറിയാം. Due to the clamping action, the load is transmitted by friction only. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ അഡീഷണൽ ടൈറ്റനിങ്ങും ഫ്രിക്ഷൻ കൊണ്ടാണ് ഈ സ്ലിപ്പേജ് നടക്കാതിരിക്കുന്നത്. അപ്പോൾ ലോഡ് ട്രാൻസ്മിഷനും ഫ്രിക്ഷനിലൂടെയാണ് നടക്കുന്നത്, അല്ലാതെ ഷിയർ ഫെയിലിയറോ ബെയറിംഗ് ഫെയിലിയറോ ഒന്നും ബോൾട്ടിന് സംഭവിക്കില്ല. ഇനി അടുത്ത, ലോഡ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ഫ്രിക്ഷൻ ആൻഡ് ഹെൻസ് നോ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഇൻ ദ ഹോൾസ്. ഹോളിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ വരില്ല. സ്ട്രെസ് കോൺസെൻട്രേഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാഷറും ഉപയോഗിക്കുന്നുണ്ട്. സോ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ഓക്കെ, നൗ ഡ്യൂ ടു ദ സ്മോളർ നമ്പർ ഓഫ് ബോൾട്ട്സ് ദ ഗസറ്റ് പ്ലേറ്റ് സൈസസ് ആർ റെഡ്യൂസ്ഡ്. ഇവിടെ ഇതിന്റെ പ്രത്യേകത നമുക്ക് അറിയാം, ബോൾട്ടിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. നമുക്ക് ബ്ലാക്ക് ബോൾട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ HSFG ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ടുകളുടെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എത്ര ബ്ലാക്ക് ബോൾട്ട് ആവശ്യമുണ്ടോ അതിനേക്കാളും കുറച്ച് ഫ്രിക്ഷൻ ബോൾട്ടുകൾ ഉപയോഗിച്ചാൽ മതി. ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ടുകൾ ബ്ലാക്ക് ബോൾട്ടുകളെക്കാളും കുറച്ച് എണ്ണം ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉള്ളൂ, കാരണം അതിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് എണ്ണം മതി. നമ്പർ ഓഫ് ബോൾട്ട് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പ്ലേറ്റിന്റെ സൈസും കുറയ്ക്കാം. അപ്പോൾ ബോൾട്ട് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ വലിയ പ്ലേറ്റ് ഉപയോഗിക്കേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ അത് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത അഡ്വാൻറ്റേജ്, ജോയിന്റ് ഡീഫോർമേഷൻ ഈസ് മിനിമൈസ്ഡ്. അതാണ് ഈ ഫിഗറിൽ കാണുന്നത്. നമ്മൾ ലോഡ് വേഴ്സസ് ജോയിന്റ് ഡീഫോർമേഷന്റെ ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. ഈ റെഡ് ഗ്രാഫ് സിഗ്നിഫൈ ചെയ്യുന്നതാണ് ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ഗ്രിപ്പ് ബോൾട്ടിന്റെ ബിഹേവിയർ. മറ്റെല്ലാ ടൈപ്പ് ഓഫ് കണക്ഷന്റെ ജോയിന്റ് ടു ഡീഫോർമേഷൻ, ജോയിന്റ് ഫോഴ്സ് ടു ഡീഫോർമേഷൻ ബിഹേവിയറും ഇതിന്റെ കൂടെ കാണാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡീഫോർമേഷൻ ഇനിഷ്യൽ ലോഡുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് സ്ലിപ്പേജ് ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, ഒരു പർട്ടിക്കുലർ ലോഡ് എത്തുന്നത് വരെയും ഈ കണക്ഷനിൽ സ്ലിപ്പ് ഉണ്ടാവില്ല. ഇതിന്റെ ഫ്രിക്ഷനെ ഓവർകം ചെയ്യുന്ന ഒരു ലോഡ് വരുന്ന സമയത്ത് മാത്രമേ ഈ സ്ലിപ്പ് സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, and another advantage is that it results in noiseless fabrication since the bolts are tightened with wrenches. ഇവിടെ നമുക്കറിയാം, സാധാരണഗതിയിൽ വെൽഡഡ് കണക്ഷനോ അല്ലെങ്കിൽ റിവറ്റഡ് കണക്ഷനോ ഒക്കെ വരുമ്പോൾ അവിടെ ഹാമറിങ് ആക്ഷൻ അല്ലെങ്കിൽ വെൽഡിങ്ങിന്റെ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ഒരു ശബ്ദം ഉണ്ടാകുന്നുണ്ട്, ഒരു നോയ്സ് പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അഡീഷണൽ ടോർക്ക് റെഞ്ചസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ടോർക്ക് റെഞ്ചസ് ഉപയോഗിച്ച് അഡീഷണൽ ടൈറ്റനിങ് ആണ് ചെയ്യുന്നത്. അതിന് വലിയ ശബ്ദമൊന്നും ഉണ്ടാകില്ല. സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ നോയ്സ്ലെസ് ഫാബ്രിക്കേഷൻ. Now finally we are going to compare the advantages of bolts over riveted or welded connection. ബോൾട്ടുകളുടെ പൊതുവായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്, റിവറ്റിനെയും വെൽഡിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ബോൾട്ടിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? ഡിസ്മാൻറ്റ്ലിംഗ് ഓഫ് സ്ട്രക്ചേഴ്സ് ഈസ് ഈസി. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ട്രക്ചേഴ്സിനെ ഡീഅസംബിൾ ചെയ്യാം. ഡീഅസംബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ പാർട്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, ആ ബോൾട്ടുകൾ അഴിച്ചു മാറ്റുക എന്നുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇനി രണ്ടാമത്തത് നോയ്സ്ലെസ് ആൻഡ് ക്വിക്ക് ഫാബ്രിക്കേഷൻ, അത് നമ്മൾ പറഞ്ഞു. ഇനി ഫാസ്റ്റ് പ്രോഗ്രസ് ഓഫ് വർക്ക്. ഫാസ്റ്റ് പ്രോഗ്രസ് ആണ് കാരണം നമുക്ക് ബോൾട്ട് ഹോൾ എല്ലാം നേരത്തെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഇനി
compared to riveted joints, few persons are required for making the connections. Riveted joints ആണെങ്കിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ വേണം. ഞാൻ പറഞ്ഞ പോലെ ഹാമറിംഗ് ആക്ഷൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇറ്റ് റിക്വയർസ് സ്കിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഈ ടൈറ്റനിങ് മാത്രം ചെയ്യാനുള്ള ആളുകൾ മാത്രം മതി. ഇനി അടുത്ത വെൽഡഡ് ജോയിന്റ്സ്. വെൽഡഡ് ജോയിന്റ്സ് നമുക്കറിയാം, അവിടെ വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അഡീഷണൽ എക്യുപ്മെന്റ്സ് ആവശ്യമാണ്, ഹീറ്റിംഗ് റിക്വയർഡ് ആണ്. സോ ദർ ഈസ് നോ ഡേഞ്ചർ ഇൻവോൾവ് ഇൻ ദ ബോൾട്ടഡ് the work involved in bolted connection. ഇനി അടുത്തത് alterations if any are done easily than in welded or riveted connection. For example, നമുക്ക് ഒരു ബോൾട്ട് എന്തെങ്കിലും കാരണവശാൽ പൊട്ടിപ്പോവുകയോ അതിനെ മാറ്റി റീപ്ലേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ വെൽഡ് അങ്ങനെയല്ല. വെൽഡിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു റീപ്ലേസ് ദ വെൽഡ്. ഓക്കെ, നൗ ഇറ്റ് അക്കോമഡേറ്റ്സ് മൈനർ ഡിസ്ക്രിപ്പൻസീസ് ഇൻ ഡയമെൻഷൻസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ബോൾട്ട് ഹോൾ പ്രൊവൈഡ് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ, ചെയ്ത അളവുകളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പം വെൽഡ് ആണെങ്കിൽ അത്രത്തോളം എളുപ്പമല്ല. ഓക്കെ, റിവെറ്റ് ആണെങ്കിൽ പോലും. പക്ഷേ ഇറ്റ് ഈസ് ഈസി വിത്ത് ബോൾട്ടഡ് കണക്ഷൻസ്. നൗ ദ കണക്ഷൻ സപ്പോർട്ട്സ് ലോഡ്സ് ആസ് സൂൺ ആസ് ദ ബോൾട്ട്സ് ആർ ടൈറ്റൻഡ്. ഇപ്പോൾ വെൽഡഡ് കണക്ഷൻസ് ആണെങ്കിൽ നമുക്ക് വെൽഡ് ചെയ്ത് അത് കൂൾ ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ബോൾട്ടുകളാണെങ്കിൽ സൂൺ ആഫ്റ്റർ യു ടൈറ്റൻ ദ നട്ട് യു ക്യാൻ സ്റ്റാർട്ട് അപ്ലൈയിങ് ദ ലോഡ് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. ഇനി ദ യൂസ് ഓഫ് അൺസ്കിൽഡ് ലേബർ ആൻഡ് സിമ്പിൾ ടൂൾസ്. ഇപ്പം HSFG ബോൾട്ട് ഒഴിച്ച്, HSFG ബോൾട്ട് ആണെങ്കിൽ ടോർക്ക് റഞ്ചസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതൊരു സോഫിസ്റ്റിക്കേറ്റഡ് ടൂളൊന്നുമല്ല. വെൽഡിംഗ് പോലെ വെൽഡഡ് കണക്ഷൻ ഉണ്ടാക്കുന്ന സോഫിസ്റ്റിക്കേഷൻ ഒന്നും ഈ പറയുന്ന ബോൾട്ടഡ് കണക്ഷന്റെ ഇൻസ്റ്റലേഷൻസിൽ ഉണ്ടാവില്ല. സോ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് അൺസ്കിൽഡ് ലേബേഴ്സ് ഓൾസോ. ഇനി അടുത്തത് നോ സ്പെഷ്യൽ എക്യുപ്മെന്റ് ഓർ പ്രോസസ് നീഡഡ് ഫോർ ഇൻസ്റ്റലേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോർക്ക് റഞ്ചസ് ആണ് പരമാവധി ഉപയോഗിക്കുന്നത്. മറ്റൊരു സോഫിസ്റ്റിക്കേഷൻസും ഇതിനകത്ത് ആവശ്യമില്ല. ഓക്കെ, നൗ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൾട്ടഡ് കണക്ഷൻസ്? ബോൾട്ടഡ് കണക്ഷൻസ് ഒരുപാട് തരത്തിലുണ്ട്. അതിൽ പ്രധാനമായ കുറച്ച് കണക്ഷൻസിനെ പറ്റി ഒരു ബ്രീഫ് ഡിസ്കഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാൻ എളുപ്പമാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഷിയർ കണക്ഷൻ. ഷിയർ കണക്ഷൻ ഇവിടെ ഇനി മുതൽ നമ്മുടെ ഡിസ്കഷനിൽ ബ്ലാക്ക് ബോൾട്ടുകൾ മാത്രമേ ഉള്ളൂ. സോ ബ്ലാക്ക് ബോൾട്ട് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാ കണക്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ ആലോചിക്കേണ്ടത് ബ്ലാക്ക് ബോൾട്ടുകളെ കുറിച്ച് മാത്രമായിരിക്കും. ഓക്കെ, വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് HSFG bolts or turned bolts. ഓക്കെ, സോ ബ്ലാക്ക് ബോൾട്ടുകളാണെന്ന് പറയുമ്പോൾ ബ്ലാക്ക് ബോൾട്ട് സ്ലിപ്പിംഗ് കണക്ഷൻ ആണെന്ന് ഓർക്കുക. അവിടെ ബെയറിംഗ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ യു ക്യാൻ യൂസ് ഓൺലി സ്റ്റാറ്റിക് ലോഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. ഓക്കെ, സോ അതിനെക്കുറിച്ച് മാത്രമാണ് വി ആർ ലിമിറ്റിംഗ് അവർ ഡിസ്കഷൻ ടു. So the important types of connections, bolted connections include shear connections, eccentric shear connections, tension connections and combined shear and tension connections. Okay, so പ്രധാനമായി ഉള്ളത് ഷിയർ കണക്ഷനും ടെൻഷൻ കണക്ഷനും ആണ്. ഷിയറിൽ എക്സെൻട്രിസിറ്റി വരികയാണെങ്കിൽ എക്സെൻട്രിക് ഷിയർ കണക്ഷൻ, പിന്നെ ഈ ഷിയർ കണക്ഷനും ടെൻഷൻ കണക്ഷനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള കണക്ഷനാണ് കമ്പൈൻഡ് കണക്ഷൻസ്. ഓക്കെ, സോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഷിയർ കണക്ഷൻസ് നോക്കുക. ഷിയർ കണക്ഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായി രണ്ട് ടൈപ്പിലുള്ള കണക്ഷനാണ് ഷിയർ കണക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് ലാബ് ജോയിന്റും ഒന്ന് ബട്ട് ജോയിന്റും. ലാബ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിന് മുകളിൽ മറ്റൊരു പ്ലേറ്റ് പ്ലേസ് ചെയ്തിട്ട് അതിൽ ഹോൾ പ്രൊവൈഡ് ചെയ്ത് ബോൾട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് ലാബ് ജോയിന്റ് എന്ന് പറയുന്നത്. ഒരു പ്ലേറ്റിന്റെ മുകളിൽ മറ്റൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് ലാബ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ബട്ട് ജോയിന്റ്? ബട്ട് ജോയിന്റ് എന്ന് പറഞ്ഞാൽ യു ആർ പ്ലേസിംഗ് ദ ടു പ്ലേറ്റ്സ് സൈഡ് ബൈ സൈഡ്, എഡ്ജ് ടു എഡ്ജ് പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത്. എങ്ങനെ കണക്ട് ചെയ്യും? ഇതിനെ ഡയറക്ട്ലി ബോൾട്ട് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വി നീഡ് അഡീഷണൽ പ്ലേറ്റ്സ് ഓർ കണക്ടിങ് പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യും ഓൺ ഈതർ സൈഡ്സ് ഓർ ഓൺ വൺ സൈഡ്. ഒരു സൈഡിലോ രണ്ട് സൈഡിലോ പ്രൊവൈഡ് ചെയ്യാം. ഒരു സൈഡിൽ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എക്സെൻട്രിക് ലോഡിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ സൈഡ് ബൈ സൈഡ് കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്ലേറ്റുകളുടെ ഇരുവശങ്ങളിലും കണക്റ്റിംഗ് പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ബോൾട്ട് ഇൻസേർട്ട് ചെയ്യും. എല്ലാം കൂടെ എല്ലാ പ്ലേറ്റിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന തരത്തിൽ ബോൾട്ട് ഹോൾ പ്രൊവൈഡ് ചെയ്ത് ബോൾട്ട് ഇൻസേർട്ട് ചെയ്ത് ടൈറ്റൻ ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ലാബ് ജോയിന്റ് ആൻഡ് ബട്ട് ജോയിന്റ്. ഓക്കെ, ഇനി വേറൊരു ഡിഫറൻസും കൂടെ ഉണ്ട്. ഇവിടെ നോക്കുക. ഇവിടെ
ലാപ്പ് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ബോൾട്ടുകളിൽ സംഭവിക്കുന്ന ഫെയിലിയർ സിംഗിൾ ഷിയർ ഫെയിലിയർ ആയിരിക്കും. ഓക്കെ, ദ ബോൾട്ട് ഈസ് സബ്ജക്റ്റഡ് ടു സിംഗിൾ ഷിയർ ഉള്ളി. കാരണം ഈ പ്ലേറ്റിന് ഇടത്തോട്ടും ഈ പ്ലേറ്റിന് വലത്തോട്ടും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഫെയിലിയർ സംഭവിക്കുന്നത് ഇതിനിടയ്ക്കായിരിക്കും. ഓക്കെ, ഇതിനിടയ്ക്ക്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇവിടെ രണ്ട് പ്ലേറ്റ്സ് സൈഡ് ബൈ സൈഡ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ കണക്റ്റഡ് പ്ലേറ്റ്സ് മാത്രമേ ഇവിടെ റിമൈൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ബോൾട്ടിനെ സംബന്ധിച്ചിടത്തോളം മുകളിൽ ഒരു പ്ലെയിൻ ഷിയർ പ്ലെയിൻ ഉണ്ട്, താഴെയും ഒരു ഷിയർ പ്ലെയിൻ ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ഷിയർ പ്ലെയിൻസിലും ഫെയിലിയർ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വി സേ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഡബിൾ ഷിയർ. സോ ബട്ട് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഡബിൾ ഷിയറും ലാപ്പ് ജോയിന്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ ഷിയറുമാണ് സംഭവിക്കുന്നത്. സോ ദിസ് ഈസ് ദ സെക്കൻഡറി ഡിഫറൻസ് ബിറ്റ്വീൻ ലാപ്പ് ജോയിന്റ് ആൻഡ് ബട്ട് ജോയിന്റ്. അപ്പം പ്ലെയിൻസ് ഓഫ് ഷിയർ ഈസ് സിംഗിൾ ഇൻ ലാപ്പ് ജോയിന്റ്, പ്ലെയിൻസ് ഓഫ് ഷിയർ ഈസ് ഡബിൾ ഇൻ ബട്ട് ജോയിന്റ്. ഓക്കെ, ഇനി എക്സെൻട്രിക് ഷിയർ കണക്ഷൻ, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ നമുക്ക് ആവശ്യമില്ല. ഇവിടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക, ഇവിടെ ഒരു കോളത്തിന് അഡീഷണൽ ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ബ്രാക്കറ്റ്സ് ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കണക്ഷനാണ് എക്സെൻട്രിക് ഷിയർ കണക്ഷൻ. ഇവിടെ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ബോൾട്ടുകളിൽ ഷിയർ ഫോഴ്സും സംഭവിക്കുന്നുണ്ട്, ഇതിലെല്ലാം ട്വിസ്റ്റിംഗ് മൊമെന്റും വരുന്നുണ്ട്. ഓക്കെ, ഷിയർ ഫോഴ്സ് ആസ് വെൽ as ട്വിസ്റ്റിംഗ് മൊമെന്റ്. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കുന്നത് കൊണ്ട് വി കോൾ ഇറ്റ് എക്സെൻട്രിക് ഷിയർ കണക്ഷൻസ്. ഇനി ടെൻഷൻ കണക്ഷൻസിനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതൊരു ഐ സെക്ഷൻ ആണ്, അതിന് താഴെ ഒരു ടി കൊടുത്തിട്ട് ഈ ടി സെക്ഷനെ ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബോൾട്ടുകളിൽ ടെൻസൈൽ ഫോഴ്സ് ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് വൈ വി കോൾ ഇറ്റ് ടെൻഷൻ കണക്ഷൻ. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഷിയർ ഫെയിലിയറും ഷിയർ ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും കൂടെ ഒരുമിച്ച് വരുന്ന സാഹചര്യങ്ങളിലാണ് ഷിയർ ആൻഡ് ടെൻഷൻ കണക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ അതൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. വി വിൽ ലിമിറ്റ് അവർ ഡിസ്കഷൻ ടു ഷിയർ കണക്ഷൻസ് ഓൺലി, ലാപ്പ് ജോയിന്റ് ആൻഡ് ബട്ട് ജോയിന്റ്. അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, അത് മാത്രമാണ് നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, നൗ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്സ് ഓഫ് കണക്ഷൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫെയിലിയേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, ബോൾട്ടഡ് കണക്ഷനിൽ എങ്ങനെയൊക്കെ ഫെയിലിയർ ഉണ്ടാകാം, അതുപോലെ